സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ആശങ്ക ഇപ്പോഴും തുടരുന്നു. ഒരു സിനിമയിൽ തേങ്ങ ഉടക്കി സ്വാമി എന്ന് ജഗദീഷ് കുമാർ നെടുമുടി വേണുവിന്റെ കഥാപാത്രത്തോട് പറയുന്ന മിഥുനം ആണ് ചിത്രം തന്നെ ഓർമ്മ. അങ്ങനെ ഒരു സന്ദർഭമാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് തേങ്ങ ഉടയ്ക്കപ്പെട്ടിട്ടില്ല. ഇന്നുടയും എന്നാണ് പറയുന്നത്. ഇപ്പോ സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് സോണിയയുടെ വസതിയിൽ ചർച്ച നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കന്മാരും MLA-മാരും എല്ലാം 2-3 വട്ടം ചർച്ച അവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിരിക്കുന്നത് കെ മുരളീധരൻ എന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹം മറ്റാരും പറയാത്ത ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കുകയുണ്ടായി. അതായത്, ഒന്നാമത് MP ആയ ഒരാൾ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നുള്ളൊരു നിയമം നിലവിലുള്ളപ്പോൾ MP സ്ഥാനം രാജിവെച്ച് ഒരാൾ മുഖ്യമന്ത്രി ആകേണ്ടത് എന്താണ് സാഹചര്യം? അതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നിലനിൽക്കുമ്പോൾ ഒരു MP-യെ നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ തലവേദന തന്നെയായിരിക്കും. ഇനി MP സ്ഥാനം രാജിവെച്ച് KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകേണ്ടതിന്റെ രാഷ്ട്രീയ അടിയന്തര സാഹചര്യം എന്താണ് എന്നുള്ളത് കൂടി കെ മുരളീധരൻ ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, ഇനി ഏതെങ്കിലും കാരണവശാൽ ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ KC വേണുഗോപാൽ ഇരിക്കൂറിലോ മറ്റേതെങ്കിലോ മണ്ഡലത്തിൽ നിന്ന് ഒരുപക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടേക്കാം. എന്നാൽ ആലപ്പുഴയിൽ നിന്നും MP സ്ഥാനം രാജിവെക്കുന്ന KC വേണുഗോപാലിന്റെ MP സ്ഥാനം ഒരു കാരണവശാലും കോൺഗ്രസിന് വീണ്ടെടുക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ തവണ അവിടെ നല്ല രീതിയിൽ വോട്ട് പിടിച്ച 3 ലക്ഷത്തിലധികം വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രൻ അവിടെ വീണ്ടും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വിവരം രാഹുൽ ഗാന്ധിയെ മുരളീധരൻ അറിയിക്കുകയുണ്ടായി. അതായത്, ജനവികാരം മാനിക്കാതെ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ഹൈക്കമാൻഡ് കൈക്കൊള്ളരുത് എന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയത്. എന്താണ് സാറിന് ഇതിൽ പറയാം? പുനർവായന എന്ന വീക്കിൽ ഞാനൊരു ലേഖനം എഴുതുകയുണ്ടായി. മോഡിയുടെ 2ാമത്തെ വിജയത്തെ തുടർന്നാണ് ആ ലേഖനം എഴുതിയത്. ആ എഴുതിയതിൻ്റെ ലേഖനത്തിൻ്റെ പേര് മോഡിയെ എതിർത്തുകൊണ്ട് മോഡിയുടെ വിജയം ആഗ്രഹിക്കുന്നവർ. അന്ന് ആ ലിസ്റ്റിൽ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, പിണറായി വിജയൻ ഉണ്ടായിരുന്നു, പിന്നെ വേറെ ചില നേതാക്കളും ഉണ്ടായിരുന്നു. ഇല്ലാത്തതായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾ മമതാ ബാനർജിയാണ്. ആ ലിസ്റ്റിൽ ഇല്ലാത്ത ആളായിരുന്നു. 2ാമത്തെ ആൾ രാഹുൽ ഗാന്ധിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ലേഖനം എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും, ആരുടെ പേരൊക്കെ ഞാൻ എഴുതേണ്ടി വരുമെന്നൊരു സംശയം വരികയാണ്. മോഡിയെ എതിർക്കുന്നതായി പുറമേ കാണിക്കുകയും എന്നാൽ മോഡിയുടെ താല്പര്യങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം. ഇപ്പോൾ ഉദാഹരണത്തിന്, തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന് അവശേഷിക്കുന്ന 3 സംസ്ഥാനങ്ങൾ: 1 തെലങ്കാന, 2 കർണാടക, 3 കേരളം. തെലങ്കാനയിലെ വിജയം മാത്രം പറയാം. കർണാടകത്തിൽ ഏത് സമയത്തും കോൺഗ്രസ് വളരാൻ വേണമെങ്കിൽ ആ രീതിയിലുള്ള ഫ്രിക്ഷനായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. പിളരും എന്നുള്ളത് കൊണ്ട് മാത്രം, മന്ത്രിസഭ പോകും എന്നുള്ളത് കൊണ്ട് മാത്രം നിർബന്ധിക്കപ്പെട്ട് യോജിച്ച് നിൽക്കുന്ന കുറേ കോൺഗ്രസ്സുകാരുടെ കൂട്ടമാണ് അവിടെയുള്ളത്. അവിടെ സമുദായവും ജാതിയും മാത്രമാണ് രാഷ്ട്രീയമാക്കി മാറ്റിയത്. അങ്ങനെയാണ് സിദ്ധാരാമയ്യ അവിടെ മുഖ്യമന്ത്രിയാകുന്നത്. അതെ അതെ. ആ രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെയും കൂടെ എല്ലാ ജാതിമത ബന്ധങ്ങളും കൂടുതലായിട്ടൊരു സെക്കുലർ പൊളിറ്റിക്സിൻ്റെ വിജയമായിരുന്നു കേരളം നമ്മൾ കണ്ടത്. ഇവിടെ ജോയിക്ക് വണ്ടൂർ ജയിക്കാമെങ്കിൽ, ഷിയാസിന് കൊച്ചി ജയിക്കാമെങ്കിൽ ഇത് നമ്മളെ കാണിച്ചു തരുന്നൊരു പാഠം ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ പാഠം മറന്നുകൊണ്ടാണ് കേരളത്തിലെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് മുരളീധരൻ്റെ കാര്യം സാറ് പറഞ്ഞു. ആ മുരളീധരന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക, പലതവണ ഭീമനെ കൊല്ലാൻ വേണ്ടി കിണറിൻ്റെ അകത്ത് മുക്കിത്താത്തി ദുര്യോധനന്റെ കൂട്ട് മുരളീധരനെ നശിപ്പിക്കാൻ വേണ്ടി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വിടുക, വടകര മത്സരിക്കാൻ വിടുക, തൃശ്ശൂരേക്ക് വീണ്ടും തിരിച്ചു വിളിക്കുക, വട്ടിയൂർക്കാവ് മത്സരിക്കാൻ വിടുക. ഇങ്ങനെ മുരളീധരനെ എടുത്തിട്ട് ചവിട്ടി എന്നിട്ട് എല്ലാവരും കൂടെ പറയും ഗ്രൂപ്പിസത്തിന്റെ
വ്യക്തമാണ് മുരളീധരൻ പോയാൽ കോൺഗ്രസിലെ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് രമേശ് ചെന്നിത്തലയും ശിവകുമാറും ചെറിയാമ്പലിപ്പും എല്ലാം പറഞ്ഞുകൊണ്ട് നടന്നു. ആ അവസ്ഥയിൽ നിന്ന് മുരളി ഇന്ന് തൃശ്ശൂർ മത്സരിക്കുന്നു. മുരളി അവിടെ തോൽക്കുന്നു. മുരളി തോറ്റത് കൊണ്ട് മുരളിക്ക് വട്ടിയൂർക്കാവ് മത്സരിക്കാൻ പറ്റി. അവിടെ ജയിച്ചിരുന്നെങ്കിൽ മുരളി ഒരു സാധാ MP, നിങ്ങളൊരു സ്ഥാനത്തേക്ക് വരണ്ട, ഞാൻ വേണുഗോപാൽ എന്നുള്ള MP ചോദിച്ച് ബാക്കിയുള്ളവരെല്ലാം ആ ബെഞ്ചിൽ പോയി അവിടെ ഇരുന്നു, ഇട്ടു തരുന്ന എംപോസിഷൻ ഇടാനായിട്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് മുരളിയെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അത് തിരിച്ചറിഞ്ഞ തൃശ്ശൂർ ജനത മുരളിയെ സാമാന്യം ഭംഗിയായിട്ട് തോൽപ്പിച്ചു. തൃശ്ശൂരിലെ പ്രബുദ്ധരായ ജനതയാണ് മുരളീധരൻ കേരളത്തിൽ നിൽക്കണം എന്ന് കണ്ടുകൊണ്ട് അവിടെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ് എന്നാണ് സാറിന്റെ പക്ഷം. തീർച്ചയായിട്ടും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മുരളീധരന്റെ തോൽവി ഉർവശി ശാബു ഉപകാരമായി എന്ന് പറയുന്ന പോലെ കേരള രാഷ്ട്രീയത്തിന് ഗുണപ്രദമായി, കോൺഗ്രസിന് ഗുണപ്രദമായി, അതുപോലെ മുരളീധരന് ഗുണപ്രദമായി. ഇന്നല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ VD സതീശനല്ല മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ മുരളിയുടെ പൊളിറ്റിക്കൽ റിലവൻസ് രമേശ് ചെന്നിത്തല ശിവകുമാറിനെ കൊണ്ട് മൂടി വെക്കാൻ നോക്കിയാലോ, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ ആന്റോണിനെ കൊണ്ട് മൂടി വെക്കാൻ നോക്കിയാലോ ഇല്ലാതാകുന്നതല്ല മുരളിയുടെ പൊളിറ്റിക്കൽ റിലവൻസ്. പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഈ കരുണാകരൻ DIC ഉണ്ടാക്കി, അങ്ങനെ അതോടനുബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വീണ്ടും തിരിച്ചു കയറി എന്നുള്ളതൊന്നും ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു നേതാവ് തന്നെയാണ് K മുരളീധരൻ. യാതൊരു തർക്കമില്ല. ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന ഈ രാഷ്ട്രീയ സദാചാരമില്ലായ്മ, അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ വടംവലി, കോൺഗ്രസിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള ഈ വടംവലികൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സമവായം എന്ന രീതിയിലൊക്കെ കണ്ടെത്താൻ പറ്റിയ നേതാവ് തന്നെയാണ് മുരളീധരൻ. ഇവിടെ ഈ 4ാമത്തെ ശീർഷയിലേക്ക് പോകാം. അതെ, ഇവിടെ കൃത്യമായ രീതിയിൽ ഇതിനൊരു നിലപാട് പറഞ്ഞിരിക്കുന്ന ആള് മുരളീധരൻ തന്നെയാണ് എന്നാണ് എൻ്റെ പരിമിതമായ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുക. കാരണം എവിടെ നിന്നൊരാള് തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതിന് ഏറെ പ്രാധാന്യം കൊടുക്കുമ്പോൾ കയ്യിലുള്ള ഒരു സീറ്റ് പോകുക, അതും MP സ്ഥാനം പോകുക എന്നുള്ളത് ഇപ്പോഴത്തെ രീതിയിൽ കോൺഗ്രസിന് അത് താങ്ങാനുള്ള ഒരു രാഷ്ട്രീയ ആരോഗ്യമില്ല എന്ന രീതി തന്നെയാണ് മുരളീധരൻ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, കേരളത്തിൽ എന്ത് അടിയന്തരാവസ്ഥയാണ്, എന്ത് രാഷ്ട്രീയ അടിയന്തരാവസ്ഥയാണ് മത്സരിക്കാത്ത KC വേണുഗോപാലിനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കേണ്ടത് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഹൈക്കമാൻഡിന് മനസ്സിലാകാൻ കഴിയാത്തത്? അതിൻ്റെ കാരണം മറ്റെങ്ങും ആലോചിക്കണ്ട. കേരളത്തില് ഹൈക്കമാൻഡിന് പീഡിപ്പിക്കാൻ പറ്റാത്തതായിട്ടുണ്ടായിരുന്ന 2 നേതാക്കന്മാരെ, ഒന്ന് K കരുണാകരൻ, ഒന്ന് ഉമ്മൻചാണ്ടിയാണ്. ഈ 2 പേരെയും കൂടെ ഒഴിവാക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് ഇതുപോലെ തന്നെ ഒരു ബുദ്ധി പണ്ടെന്ന് പ്രയോഗിച്ചതാണ്. ഉമ്മൻചാണ്ടിയെയും കരുണാകരനെയും ഒഴിവാക്കി ശ്രീമാൻ ആന്റണിയെ, കേന്ദ്രമന്ത്രിയായിരുന്ന ആന്റണിയെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയാകാൻ വിട്ടു. അന്ന് തൊട്ടൊരു പക്ഷേ കോൺഗ്രസിൻ്റെ തകർച്ചയും തുടങ്ങുന്നുണ്ട്. അത് പിന്നീട് പറയാം, വിശദമായി പറയേണ്ട കാര്യമാണ്. അപ്പോൾ അതുപോലെ അതേ സാഹചര്യത്തിൽ ഇന്ന് കരുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ സ്വല്പം കരുത്തുള്ള VD സതീശന്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക്, ഈ 2 പേരെ ഒഴിവാക്കി കിട്ടിയാൽ രാഹുൽ ഗാന്ധിയുടെ ചംച, അല്ലെ ഹൈക്കമാൻഡിന്റെ ചംച വെട്ടിപിടുത്തക്കാരായവരെ കൊണ്ട് KPCC നിറയ്ക്കാം, മന്ത്രിസഭയിൽ നിറയ്ക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ് നിൽക്കുന്നത്. ഇവരെ ചിലപ്പോൾ നാളെ മന്ത്രിസ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചെന്ന് വരികയില്ല. ചെറുപ്പക്കാർ വരട്ടെ, നപ്പമാണ് ഒരു വാക്ക് പറയും, കേസുകാർ വരട്ടെ, വനിതകൾ വരട്ടെ. ആ കെയർ ഓഫിലെല്ലാം ഇടിച്ചു കയറ്റുന്നത് വേണുഗോപാൽ തന്നെ നിയമിച്ച വനിതകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ വീട്ടിലെ പൂന്തോട്ടം നനയ്ക്കാനായിട്ട് 2 പേരെ നിർത്തുന്നു, അവരെ പിടിച്ച് കുരുത്തക്കേടിന് സ്ഥാനാർത്ഥിയാക്കുന്നു. അത് കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അവർ ജയിക്കുന്നു. ആളെ എനിക്ക് അനുകൂലമായി എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അവർ അഭിപ്രായം പറയുള്ളൂ. അവരെൻ്റെ ദാസന്മാരാണ്. അങ്ങനെ കുറെ ദാസന്മാരെ സൃഷ്ടിച്ചു വെച്ചിട്ട്, പോഷക സംഘടന ഭാരവാഹിയായിട്ട് സൃഷ്ടിച്ചു വെച്ചിട്ട് ഇവരുടെ എല്ലാം പിന്തുണ എനിക്കാണെന്ന് പറയുന്ന വേണുഗോപാലിനെ അംഗീകരിക്കുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നമുക്ക് എങ്ങനെ വിശ്വസിക്കാം? അത് തന്നെയാണ് ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ മത്സരിക്കുന്നില്ലെങ്കിലും എനിക്ക് അനുകൂലമായി നിങ്ങൾ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ കൈവെക്കണം എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് MLA-മാർക്ക് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുന്നത്. അതിന്റെ വിഭവങ്ങളും അതെ, അവർക്ക് അതിനുള്ള സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ ഒരുക്കി കൊടുക്കുമ്പോൾ, ഈ പണം കൈ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് തരുന്നത് എനിക്ക് അനുകൂലമായി കൈവെക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കാതെ മാറി നിൽക്കുന്ന കാര്യം നമുക്ക് ഒറ്റ വാക്ക് മതി. രാഹുൽ ഗാന്ധിക്ക് KC വേണുഗോപാൽ കോൺഗ്രസിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളൊരു നിയമം നിൽക്കെ K സുധാകരൻ മത്സരിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമം നടത്തുകയും 4 ദിവസം സ്ഥാനാർത്ഥിത്വ ചർച്ചകൾ തന്നെ വഴിമുട്ടി നിന്ന ഒരു സാഹചര്യം ഉണ്ടായി.
എന്നിട്ട് കെ സുധാകരനെ മാറ്റി നിർത്തി മത്സരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇപ്പൊ കോൺഗ്രസിന് ഭരണം കിട്ടുമ്പോൾ പിന്നെ MP സ്ഥാനം രാജിവെച്ച് വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നത് തീർത്തും രാഷ്ട്രീയ നൈതികതയല്ല, അത് പാടില്ല എന്ന് എന്തുകൊണ്ട് ഹൈക്കമാൻഡായ രാഹുൽ ഗാന്ധിക്ക് വേണുഗോപാലിനോട് പറയാൻ സാധിക്കുന്നില്ല? അങ്ങനെ വേണുഗോപാൽ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ 102 MLA-മാരോടും രാഹുൽ ഗാന്ധി കാണിക്കുന്ന നെറുകേട് തന്നെയല്ലേ? മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 63 MLA-മാരിൽ ഈ 102 തെരഞ്ഞെടുക്കപ്പെട്ട 102 MLA-മാരിൽ നിന്നും ഒരു പാർലമെന്ററി ലീഡറെ കണ്ടെത്താൻ പറ്റാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾക്ക് വേണ്ടി കൈവെക്കുമ്പോൾ അവിടെ നടന്നിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ അവബോധം രാഹുൽ ഗാന്ധിക്കില്ലേ? കേരളത്തിലെ ഫ്ലക്സുകളും പ്രചരണങ്ങളും നിർത്തണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വേണുഗോപാലിന് ഇത്തരം ഗൂഢതന്ത്രങ്ങൾ മനസ്സിലാക്കാതെ മിണ്ടാതിരിക്കുന്നത്? അല്ല, ഇത് BJPക്ക് വേണ്ടിയുള്ള നരേറ്റീവ് ഇവിടെ കൃത്യമായി വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇനി ജനങ്ങൾ UDF ഗവൺമെന്റ് അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ ഗവൺമെന്റിൽ അസംതൃപ്തി ഉണ്ടാകുന്ന ജനങ്ങൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന പിശാചിനെ ഓടിച്ചിട്ട് വേറൊരു പിശാചിനെ സ്വീകരിക്കാൻ തയ്യാറാകില്ല, CPM-നെ സ്വീകരിക്കാൻ തയ്യാറാകില്ല. ഇവിടെ 3 സീറ്റിന്റെ തിളക്കവുമായി പൊളിറ്റിക്കൽ വിക്ടറിയുമായി BJP ഇവിടെ നിൽപ്പുണ്ട്. ഈ വോട്ടുകൾ BJPയുടെ പാളയത്തിൽ എത്തിക്കാൻ നടത്തുന്ന ഗൂഢശ്രമം മാത്രമാണ്. അല്ല, 3 വൈകാതെ 30 ആവും. പിന്നീട് അവർ ഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് 2031 കാര്യങ്ങളൊക്കെ മാറാനുള്ള സാധ്യതയിലേക്ക് അതിന്റെ ഒരു സ്നാപകയോഹനം എന്ന രീതിയിലാണ് ഇപ്പൊ ദൈവപുത്രന് വീതി ഒരുക്കാൻ സ്നാപകയോഹനം വന്നു എന്ന് പറയുന്ന പോലെ ഈ BJPയുടെ കേരളത്തിലേക്കുള്ള വരവ് അറിയിച്ചുകൊണ്ടാണ് ഇപ്പൊ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആകും എന്നാണ് ഇപ്പോ പലരും പല കോണിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ചർച്ചയിൽ ജനകീയ സ്വീകാര്യത കണ്ടറിയാതെ ഘടകകക്ഷികളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാതെ ഹൈക്കമാൻഡ്, അതായത് രാഹുൽ ഗാന്ധിക്ക് ബോധ്യമായ ഒരു അഭിപ്രായം മാത്രം സ്വീകരിച്ചുകൊണ്ടൊരു തീരുമാനമെടുത്താൽ അത് കേരളത്തിലെ കോൺഗ്രസിന്റെ ശവപ്പെട്ടിക്ക് അവസാന ആണിയടിക്കലായിരിക്കും. ആ ആണിയടിച്ചതിന്റെ പൊൻതൂവൽ രാഹുൽ ഗാന്ധിയുടെ തലയിലിരിക്കും, KC വേണുഗോപാലിന്റെ തലയിലിരിക്കും. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.